ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ കുക്കറിൽ എങ്ങനെ പെട്ടെന്ന് കപ്സ് ഉണ്ടാക്കാന്നുള്ള വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. കേക്ക് വെച്ച ചിക്കനിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കാം. അതിങ്ങനെ അരമണിക്കൂർ നിൽക്കട്ടെ. അപ്പോൾ 1 മണിക്കൂറായിട്ടുള്ള ബസുമതി അരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോഴേക്കും തക്കാളി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ലോണം കുക്കർ ഞാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ല 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് പൊരിച്ചെടുക്കാം. നല്ല ക്രിസ്പി ആവോളം പൊരിക്കണ്ട. ഇങ്ങനെ എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവാണ് ആവേണ്ടത്. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഓയിലൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. അപ്പം ഇനി വേറെ ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. പട്ടയും ഗ്രാമ്പും ഏലക്കയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. നല്ല എരിവുണ്ട്, എരിവുള്ള കുരുമുളകാണ്. ഇനി സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു സവാള എടുത്തിട്ടുള്ളൂ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം, 1 സ്പൂൺ. ഇതിലോട്ട് കപ്സ മസാല പറഞ്ഞ സംഭവം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യണേ ഇല്ല. എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. ഇഷ്ടമുള്ളവരും അത് ഇട്ടോളൂ കേട്ടോ. ഇനി നല്ലവണ്ണം അരച്ച് വെച്ച തക്കാളി സോസാണ് ഒഴിച്ചിട്ട് കൊടുക്കുന്നത്. തക്കാളി സോസ് ഒഴിച്ച് കൊടുക്കുന്ന നല്ലോണം വഴറ്റിയെടുക്കണം. അതോടുകൂടി നമ്മളെ അടി പിടിച്ച ചട്ടിയൊക്കെ ഒന്ന് ശരിയാവും കേട്ടോ. നല്ലോണം ആ പച്ചച്ചവയ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തേ ഇരിക്കണം. അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു അര സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്ന് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. അരി അപ്പം അങ്ങനെ കേക്ക് വൃത്തിയാക്കി വെച്ച അരി നല്ലോണം വെള്ളം കളഞ്ഞതിന് ശേഷം ഇതിലിട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതൊരു കപ്പ് അരിയാണെങ്കിൽ 1.5 കപ്പ് വെള്ളം വേണം. അപ്പോൾ ഇതൊരു കപ്പ് അരിയാണ്. അപ്പോൾ ഞാൻ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ പൊരിച്ച് വെച്ച ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ കുക്കർ അടച്ചിട്ട് കൊടുക്കാം. നല്ല സിമ്മിൽ വേണം കേട്ടോ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 വിസിലിന് തന്നെ വേവുന്നതാണ്.
അപ്പോൾ അനുവാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത്. അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ അനക്കങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ക്ഷമിക്കണം. അങ്ങനെ നമ്മളെ കപ്സ് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ട് തന്നെ. അപ്പോൾ ഒന്ന് ചൂടാറിയിട്ട് വേണം ഒന്ന് എല്ലാം പാടൊന്ന് ഇളക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിപ്പോവും. ഒന്ന് ചൂടാറണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും കൂടെ ചെയ്യുക.